ഫ്രണ്ട്സ് ഫുഡ്വെയർ കുളത്തൂപ്പുഴ 500 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളുമായി തകർപ്പൻ ഓഫർ, തകർപ്പൻ സെയിൽ. ചിങ്ങം 1 മുതൽ 15 വരെ. അപ്പോൾ എങ്ങനെ ഈ ഓണം ഫ്രണ്ട്സിനൊപ്പമല്ലേ? കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച പരിസ്ഥിതി ദുർബല മേഖലകളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട അലൈമൺ പഞ്ചായത്തിലെ ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം പാസാക്കി അലൈമൺ ഗ്രാമപഞ്ചായത്ത്. മുതിർന്ന അംഗവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ജേക്കബ് മാത്യു ആണ് ഭരണസമിതിക്ക് മുമ്പാകെ പ്രമേയം അവതരിപ്പിച്ചത്. കരട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ചണ്ണപ്പട്ട വില്ലേജിലെ ജനവാസ മേഖല പൂർണ്ണമായും ഒഴിവാക്കുകയും ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചും അവരെ കേട്ടുകൊണ്ടും വേണം അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കാനെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. വീണ്ടും സർവേ ഉൾപ്പെടെയുള്ളവ നടത്തി റവന്യൂ ഭൂമി പൂർണ്ണമായും ഒഴിവാക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ഒറ്റക്കെട്ടായി പാസാക്കിയ പ്രമേയം സർക്കാരിലേക്ക് കൈമാറും. ഇതിനു മുന്നോടിയായി ചടയമംഗലം MLA MM നസീറിനും പ്രമേയത്തിന്റെ പകർപ്പും നിവേദനവും കൈമാറിയിട്ടുണ്ട്. പ്രമേയം പാസാക്കി, അത് നമ്മൾ പാസാക്കിയിട്ടുണ്ട്. പരിസ്ഥിതി ലോല പ്രദേശമായി നമ്മുടെ അലൈമൺ പഞ്ചായത്തിലെ വില്ലേജിനെ തെരഞ്ഞെടുത്തുകൊണ്ട് അത് മാറ്റണമെന്ന് നമ്മളെല്ലാവരുടെയും പ്രമേയത്തിലൂടെ MLAക്ക് ഒരു നിവേദനമായി കൊടുക്കുകയാണ്. അത് ഏറ്റവും വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ വികസനം കൊണ്ടുവരുന്ന രീതിയിൽ നമ്മുടെ MLA അത് മാറ്റിത്തരണമെന്ന് നമ്മൾ പ്രമേയത്തിലൂടെയും അല്ലാതെയും പറയുകയാണ്. അതിന് കത്ത് കൊടുക്കുവാനായി നമ്മുടെ അതേസമയം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച പുതിയ ലിസ്റ്റിനെതിരെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധവും ആശങ്കയും ഉയരുകയാണ്. വില്ലേജുകളുടെ പേരുകൾ പുറത്തുവിട്ടതൊഴിച്ചാൽ വില്ലേജുകൾ പൂർണ്ണമായും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊന്നും ലിസ്റ്റിൽ വ്യക്തമല്ല. സർക്കാർ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഇത് സംബന്ധിച്ച രൂപരേഖയാകട്ടെ വ്യക്തവുമല്ല. ഈ സാഹചര്യത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് അലൈമണ്ണിൽ രൂപീകൃതമായ ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. കേന്ദ്ര സർക്കാർ ESA നോട്ടിഫിക്കേഷൻ പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 25 ദിവസങ്ങൾ കഴിയുകയാണ്. പരാതികൾ ഉള്ളവർക്ക് സമർപ്പിക്കുവാനായിട്ട് 60 ദിവസമാണ് കേന്ദ്ര സർക്കാർ സമയം നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഏതൊക്കെ വസ്തുക്കളാണ് ഉൾപ്പെട്ടിട്ടിരിക്കുന്നത് അറിയണമെങ്കിൽ നമ്മൾ കേരള ബയോഡൈവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലാണ് നോക്കേണ്ടത്. അവിടെ KML ഫയലുകൾ 2 എണ്ണമാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഏതാണ് യഥാർത്ഥ ഫയലെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. അതുമാത്രവുമല്ല, ആ ഫയലുകൾ 2 ഓപ്പൺ ചെയ്ത് സൂം ചെയ്ത് നോക്കിയാലും ഏതൊക്കെ വസ്തുക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് വനം സംരക്ഷിക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. എന്നാൽ ജനവാസ മേഖലകളും കൃഷിയോഗ്യമായിട്ടുള്ള വസ്തുക്കളും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുക്കളും അതിൽ നിന്ന് ഒഴിവാക്കി പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഒപ്പം ഹൈക്കോടതിയിൽ നടന്നു വരുന്ന കേസിൽ ആവശ്യമെങ്കിൽ കക്ഷി ചേരാനും ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. ESAയുടെ അടിസ്ഥാന നിയമമായിട്ടുള്ള 1 സ്ക്വയർ കിലോമീറ്ററിൽ 100 ആളുകൾ മുകളിലേക്ക് താമസിക്കുകയാണെങ്കിൽ ESA ആക്കാൻ പാടില്ല എന്നുള്ളതാണ് ESAയുടെ നിയമത്തിൽ വരുന്നത്. ചണ്ണപ്പട്ട വില്ലേജിനെ സംബന്ധിച്ച് ചണ്ണപ്പട്ടയുടെ ജനസാന്ദ്രത എന്ന് പറയുന്നത് 746 ചണ്ണപ്പട്ട മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വനങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ചണ്ണപ്പട്ടയുടെ ജനസാന്ദ്രത എന്ന് പറയുന്നത് 300 മുകളിലാണ്. അതുകൊണ്ട് തന്നെ ESA പരിധിയിൽ യാതൊരു കാരണവശാലും ചണ്ണപ്പട്ട വില്ലേജ് വരുന്നതല്ല. ചണ്ണപ്പട്ട വില്ലേജിലെ ആളുകൾ താമസിക്കുന്ന ഏരിയകൾ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. നാട്ടുവാർത്ത അഞ്ചൽ. ഓരോ വീടിനും ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ശരിയായ കൈകളിലെത്തുമ്പോൾ എന്നെ നിർമ്മിച്ചത് SR ബിൽഡേഴ്സ്. SR ബിൽഡേഴ്സ് വിശ്വാസത്തോടെ നിർമ്മിക്കാം. ട്രസ്റ്റ്, ക്വാളിറ്റി, കമ്മിറ്റ്മെന്റ്. SR ബിൽഡേഴ്സ്. Contact number 808-915-5055, 984-751-2906.